ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഗീബത്ത്, പരദൂഷണം, അന്നമീമ, ഏഷണിയും പരദൂഷണവും ഒരു മുസ്ലിമിന് ചേർന്നതല്ല. അത് അല്ലാഹു തആലയും അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിലക്കിയിട്ടുണ്ട്. മനുഷ്യ മനസ്സുകൾ ഇണങ്ങിപ്പോകാനാണ് ഇസ്ലാം പറയുന്നത്. അത് വിഘടിച്ച് തമ്മിൽ തെറ്റി കണ്ടാൽ മിണ്ടാത്തവരായി പരസ്പരം പാരവെച്ച് വിശ്വാസമില്ലാത്ത രൂപത്തിൽ പോകുന്ന ഒരു സമ്പ്രദായമല്ല മുസ്ലിങ്ങളുടെ ഭാഗത്തുണ്ടാകേണ്ടത്. മറിച്ച് ശുദ്ധമായ മനസ്സോടുകൂടെ പരസ്പരം ഐക്യത്തോടുകൂടെ ഏഷണി പരദൂഷണമൊന്നുമില്ലാതെ നന്നായി പോകുന്നൊരു സമൂഹമാകണം മുസ്ലിങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വിഷയത്തിൽ നമ്മൾ പിശാചിൻ്റെ ഇടപെടലുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു, ഇന്ന ശൈത്വാന ഖദ് ഐസ അൻ യഅ്ബുദഹുൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബ്. തീർച്ചയായും ഷൈത്താൻ, പിശാച്, ജസീറത്തുൽ അറബിൽ അവനെ ആരാധിക്കുന്ന വിഷയത്തിൽ നിരാശനായിരിക്കുന്നു. അറബികൾ പിശാചിനെ ആരാധിക്കുക എന്നത്, അതിൽ പിശാച് നിരാശ അതുണ്ടാവില്ല. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ഖുർആൻ അവതരിച്ചു, ആളുകളുടെ മനസ്സുകളിൽ മാറ്റമുണ്ടായി, ഷിർക്കിൽ ആളുകൾ തൗഹീദിലേക്ക് വന്നു, എല്ലാവരും മുവഹിദുകളായി. ആ മുവഹിദുകളായ ആളുകൾ പിന്നെ ഷൈത്താനെ ആരാധിക്കുന്ന വിഷയത്തിൽ ഷൈത്താന് നിരാശയാണ്, അതുണ്ടാവില്ല. അതിൽ അവൻ നിരാശപ്പെട്ടിരിക്കുന്നു. വലാക്കിൻ ഫിത് തഹ്രീഷി ബൈനഹും, പക്ഷേ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക, പരസ്പരം തർക്കങ്ങളും എതിർപ്പുകളും വൈരങ്ങളുമൊക്കെ ഉണ്ടാക്കുക, ഇതിൽ പിശാച്, അതിലവന് നിരാശയായിട്ടില്ല. അതുണ്ടാകും, അത് സംഭവിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം ഇവിടെ ഇമാം നബി റഹ്മഹുല്ല പറഞ്ഞത്, ഗീബത്ത്, നമീമത്ത്, ഇതൊക്കെ തർക്കത്തിൻ്റെയും അതുപോലെ വെറുപ്പിൻ്റെയുമൊക്കെ, മനുഷ്യർക്കിടയിൽ വെറുപ്പുണ്ടാവുക, തർക്കമുണ്ടാവുക എന്നതിൻ്റെ ഭാഗമാണ് ഗീബത്ത്, നമീമത്തൊക്കെ. അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പിശാച് മനുഷ്യർക്കിടയിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കും. പിശാചിനെ സൂക്ഷിക്കാൻ അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇന്ന ശൈത്വാന ലക്കും അദു ഫത്തഖിദൂഹു അദുവ. തീർച്ചയായും ഷൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് ആ ശത്രുവിനെ നിങ്ങൾ കരുതിയിരിക്കണം, ശത്രുവായി തന്നെ നിങ്ങൾ കരുതണം. അവൻ ക്ഷണിക്കുന്ന, അവനും അവൻ്റെ കൂട്ടാളികളും ക്ഷണിക്കുന്നത് നരകത്തിൻ്റെ ആളുകളായി മാറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പിശാചിനെ സൂക്ഷിക്കുക. പിശാചിൻ്റെ ഇടപെടലുണ്ടാകുന്നതാണ് ഗീബത്ത്, നമീമത്ത് പോലെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ മനുഷ്യൻ ഷൈത്താൻ്റെ ഇടപെടലുകൾ സൂക്ഷിക്കണം. ഗീബത്ത്, നമീമത്ത് പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മനുഷ്യർ നന്നാവുക. ഈ ഗീബത്തും നമീമത്തുമൊക്കെ ഇബ്ലീസിൻ്റെയും അവൻ്റെ സംഘത്തിൻ്റെയും ആയുധങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പിക്കുവാൻ, തമ്മിൽ തല്ലിക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ, പ്രശ്നമുണ്ടാക്കാനൊക്കെ ഇതിലൂടെ സാധിക്കും എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വർജിക്കുക. ഗീബത്ത്, നമീമത്ത്, ഇത്തരം കാര്യങ്ങൾ വർജിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.